എടാ മോനെ, നീ ഇങ്ങനൊന്നും പറയല്ലേട്ടാ. സ്വന്തം പെങ്ങന്മാരെ പഠിപ്പിച്ചതിനും കല്യാണം കഴിപ്പിച്ചിട്ടതിനും കണക്ക് പറയണ. ഒന്നാമത് അച്ഛനില്ലാത്ത മക്കളായിരുന്നു. അപ്പൊ ആങ്ങളമാർക്കാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദിത്തം. നിന്റെ കടമ അതിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കൊള്ളാമേ, കടമ ഒറ്റ വാക്കിലപ്പോ പറഞ്ഞു തീർന്നല്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം അവരുടെ അടുത്ത്. എനിക്ക് അവരുടെ അടുത്തുള്ള പോലെ തന്നെ അവർക്ക് തിരിച്ച് എന്റെ അടുത്തില്ലേമേ ഈ പറഞ്ഞ കടമ? എന്റെ അമ്മയുടെ എന്താണ് പറയണത്? ഇവർക്കൊക്കെ എന്ത് ബാധ്യത എന്നാണ് പറയണത്? ഇവളുടെ ബിസിനസ് നഷ്ടത്തിലാണ് അല്ലേ? നിന്റെ ബിസിനസ് നഷ്ടത്തിലാണ് കെട്ടിയല്ല. എന്നെ ആളിയം വിളിച്ചിരുന്നു 2 ദിവസം മുമ്പ്. അന്നറിയാൻ പറഞ്ഞെന്താണെന്നറിയാമോ? പുതിയൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാൻ നോക്കണമെന്ന്. ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകണമെന്നാണ് ആളിയൻ എന്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ടാണ് നഷ്ടത്തിലാണെന്ന്. അതുപോലെ തന്നെ നിനക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടമല്ലേ? ഓ പാവം. അതുകൊണ്ടായിരിക്കും നാഷയുടെ അടുത്ത് ഇപ്പൊ 10 സെന്റ് സ്ഥലം മേടിച്ചിട്ടാണത്. എന്തിനാണ് ഇങ്ങനെ ഇന്നോണോ പറയണത്? എന്റെ അമ്മ ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയല്ലേട്ടാ. ഇവർക്കൊക്കെ പണത്തിനോടുള്ള ആർത്തിയാണ്. ഇനിയിപ്പോ 20 ലക്ഷം വെച്ച് ഞാൻ കൊടുക്ക്, ഇത് നടക്കാൻ പോണില്ല. പിന്നെ ഇവർക്ക് പൈസ വേണമെന്ന് അത്രയ്ക്ക് നിർബന്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അതിന് അമ്മേനെ ഇവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കാം. എന്താണ് പറയാനുള്ളത്? നീ പറ. എന്റെ അമ്മേ, മൂത്തവളുടെ കല്യാണത്തിനേ ഞാൻ 42 പവൻ സ്വർണ്ണോട് ഞാൻ അവർക്ക് ഇട്ടുകൊടുത്തത്. മൂത്തവൾക്ക് 42 കൊടുത്തപ്പേ ഇളയവർക്ക് അതിൽ കൂടുതൽ വേണം പറഞ്ഞ് 45 പവന്റെ സ്വർണം ഞാൻ അവക്കും കൊടുത്ത്. പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇളയവളുടെ കെട്ടിയാണ് ജോലി ഇല്ലാന്ന് പറഞ്ഞോണ്ടേ അവളെന്റെ പുറകെ കുറെ നടന്നു. ചേട്ടാ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് എന്തിനു സഹായിക്കുന്നു പറഞ്ഞോണ്ട്. അങ്ങനെ ഞാനാണ് ബിസിനസ് തുടങ്ങാനായിട്ട് 5 ലക്ഷം രൂപ കൊടുത്തത്. അത് കഴിഞ്ഞ് മൂത്തവളും വന്ന് വീട് പണിയായപ്പോ ചേട്ടാ എന്തെങ്കിലും സഹായിക്കണമെന്ന് അന്ന് ഞാൻ അവക്കും കൊടുത്തിരുന്ന 5 ലക്ഷം രൂപ. ഈ പൈസയും അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത സ്വർണം എനിക്ക് തിരിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തോളാം 20 ലക്ഷം രൂപ. എന്ത് പറയണം? പിന്നെ ഇവരെ പഠിപ്പിച്ച കാശ് അതെനിക്ക് വേണ്ട. പിന്നെ ഇവരുടെ മക്കൾക്ക് 28 ആയിട്ട് ഞാൻ സ്വർണ്ണങ്ങൾ അതും എനിക്ക് വേണ്ടാമേ. അതെന്റെ കടമയെ കൂട്ടിയാൽ മതി. അപ്പൊ എല്ലാവരുടെയും ഒന്ന് ആലോചിച്ച് തീരുമാനം എന്നെ അറിയിക്ക്. ഞാനേ റൂമിലുണ്ടാവും കേട്ടാ. ചേച്ചി 20 ലക്ഷം രൂപ വെക്കുകൊണ്ട് 9 ലക്ഷം രൂപ കളയണ്ട. നമുക്ക് വേണ്ട. അമ്മേ, ഞങ്ങൾ പോണ്. ഞങ്ങൾക്ക് അവകാശമൊന്നും വേണ്ട. ചേട്ടനോട് പറഞ്ഞേക്കട്ടാ.